നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന്റെ സിനിമയെ പ്രകീർത്തിച്ച CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്കെതിരെ വലിയ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തുമുയരുന്നത്. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തെന്ന ആരോപണമുനയിലുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്ത സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വം തന്നെ അതേ പ്രതിയുടെ സിനിമയെ പിന്തുണയ്ക്കുന്നതിലാണ് വിമർശനം. അതേസമയം സംവിധായകനുമായുള്ള ബന്ധം കൊണ്ടാണ് സിനിമ കാണാൻ പോയതെന്നും ശേഷമാണ് നായകൻ ദിലീപാണെന്ന് അറിഞ്ഞതെന്നും MA ബേബി വിശദീകരിക്കുന്നുണ്ട്. ബേബി ചെയ്തതിൽ ശരിക്കും എന്തെങ്കിലും തെറ്റുണ്ടോ? ആദ്യം കാണാം RDX റാം. ഡൽഹി മലയാളികൾക്കൊപ്പമാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ദിലീപ് സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടത്. മികച്ച സന്ദേശം നൽകുന്ന സിനിമയെന്നും മറ്റുമായിരുന്നു ഷോയ്ക്ക് ശേഷം MA ബേബിയുടെ പരാമർശങ്ങൾ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പീഡന കൊട്ടേഷൻ നൽകിയെന്ന ആരോപണത്തിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന പ്രതിയാണ് ദിലീപ്. വ്യക്തിപരമായ പക മൂലം സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്ന ഹീനമായ ആരോപണമാണ് ദിലീപ് നേരിടുന്നത്. കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി സമീപ മാസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ് കേരളം. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്ന പാർട്ടിയാണ് CPIM. ദിലീപിനെ അറസ്റ്റ് ചെയ്തതും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. കേസിന് പിന്നാലെ സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷ പഠിക്കാൻ ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി രൂപീകരിച്ചതും ഇടതു സർക്കാർ. റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻനിര നടന്മാർ, സംവിധായകരടക്കം അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത സർക്കാരിനെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറി തന്നെയാണ് ദിലീപ് അനുകൂല പ്രസ്താവന നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങളിൽ ഏറെയും. RDX റാം ന്യൂസ് മലയാളം. MA ബേബി കണ്ട ദിലീപ് സിനിമയെക്കുറിച്ച് നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഡൽഹി മലയാളികൾക്കൊപ്പമാണ് MA ബേബി ദിലീപ് സിനിമ കണ്ടത്. മികച്ച സിനിമയാണെന്നും മറ്റും സിനിമയെ പ്രകീർത്തിച്ച് CPIM ജനറൽ സെക്രട്ടറി രംഗത്തെത്തുകയായിരുന്നു. ദിലീപ് ചിത്രത്തെ പരസ്യമായി പ്രശംസിച്ച CPIM ജനറൽ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളോട് ഖേദം പ്രകടിപ്പിക്കാൻ MA ബേബി തയ്യാറാകണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആവശ്യമുയർന്നു. മൂന്നാം ഭരണം ആഗ്രഹിക്കുന്ന LDF സർക്കാരിന്റെ നയവും ഇതുതന്നെയാണോ എന്ന് വ്യക്തമാക്കണം. കൊട്ടേഷൻ റേപ്പ് കേസിൽ വിചാരണ നേരിടുന്ന പ്രതിയുടെ സിനിമയെ അനുകൂലിച്ചതിനെതിരെ ഇടത് അനുകൂലികളുമാണ് രംഗത്തെത്തിയത്. ഇവരെല്ലാവരും ശക്തമായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെയാണ് ഉന്നയിച്ചത് സോഷ്യൽ മീഡിയയിൽ. നടിയെ ആക്രമിച്ച കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ടത് 2017 ഫെബ്രുവരി 17-നാണ്. കേസിൽ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലാകുന്നത് 2017 ഫെബ്രുവരി 23-നാണ്. പലതവണയുള്ള ചോദ്യം ചെയ്യലിന് ശേഷം നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ജൂലൈ 10-നാണ്. കടുത്ത പക കാരണം സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് കേസ്. 90 ദിവസം നടൻ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ കിടന്നു. കേസിലെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് പലവട്ടം ശ്രമമുണ്ടായി എന്ന ആരോപണമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും ദിലീപിനെതിരെ കേസുണ്ട്. കേസിലെ വിചാരണ ആരംഭിച്ച് വാദം പൂർത്തിയാക്കിയത് 7 വർഷത്തോളം എടുത്ത് കഴിഞ്ഞ മാസമാണ് എന്ന വസ്തുത കൂടിയുണ്ട്. സനീഷ, ഇപ്പോൾ ഇതിൻ്റെ ചെറിയ അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്, അതുകൂടി നോക്കിയിട്ട് പോകാം. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് MA ബേബിയുടെ ഒരു വിശദീകരണം ഫേസ്ബുക്ക് കുറിപ്പായി ഈ വിഷയത്തിൽ വന്നത്. അദ്ദേഹം എഴുതിയത്, ഒരു യുവ പുതുമുഖ ചലച്ചിത്ര സംവിധായകന്റെ നിരന്തരമായ അഭ്യർത്ഥന കൊണ്ടാണ് താൻ ഈ സിനിമ കാണാൻ നിർബന്ധിതനായത്. സിനിമ കണ്ടപ്പോൾ ഒരു നല്ല സന്ദേശമുള്ള സിനിമയാണെന്ന് തോന്നി. മറിച്ച് അഭിപ്രായമുള്ളവരും ഉണ്ടാകാം. കലാപരമായി അസാധാരണമായ ഔന്നത്യം ഈ സിനിമയ്ക്ക് ഇല്ലെങ്കിലും അക്രമരംഗങ്ങളോ അനാവശ്യ അസഭ്യ സംഭാഷണങ്ങളോ ഒന്നുമില്ലാത്ത ഭേദപ്പെട്ട ഒരു സിനിമയായി തോന്നി. അതുകൊണ്ടാണ് സംവിധായകനെ അല്ലാതെ മറ്റാരെയും പേരെടുത്ത് പരാമർശിക്കാതെ ഞാനത് പങ്കുവച്ചത്. ഇതിൽ അഭിനയിച്ച ആരോപണ വിധേയനായ നടനെ ഞാൻ ന്യായീകരിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. തികച്ചും അപ്രതീക്ഷിതമായി ഒട്ടേറെ സഖാക്കൾ, അനുഭാവികൾ തുടങ്ങിയവർ സദുദ്ദേശത്തിലും മറ്റു ചിലർ അങ്ങനെ അല്ലാതെയും ഈ കാര്യത്തിൽ എന്നോട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. പാർട്ടിയെയും എന്നെയും സ്നേഹിക്കുന്നവരെ ഇത്തരത്തിൽ ഉദ്ദേശിക്കാതെ പ്രയാസപ്പെടുത്തിയതിൽ എനിക്ക് വിഷമമുണ്ട് എന്നുകൂടിയാണ് MA ബേബി പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം സനീഷ്, MA ബേബി ഒരു കലാസാധകനാണ്. സ്വാഭാവികമായും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പരിപാടികളിലൊക്കെ നിരന്തരം പങ്കെടുക്കുകയും അതേക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു ജാഗ്രത കാട്ടിയില്ല. അതായത് CPIMന്റെ ജനറൽ സെക്രട്ടറി തന്നെ ജാഗ്രത കാട്ടിയില്ല എന്ന വിമർശനം സാധാരണ അംഗങ്ങളും ഈ അനുഭാവികളും മാറി നിന്ന് കാണുന്ന നിരീക്ഷകരും ഒക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് പെട്ടെന്ന് നമുക്ക് സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞിരിക്കാം. നേരത്തെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ഇതിനെ വിശദീകരിച്ചുകൊണ്ട്. എന്നിട്ട് ആ പോസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഹൈഡ് ചെയ്തു, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ മറ്റോ ചെയ്തു, കാണാനുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും രണ്ടാമത് അദ്ദേഹം ഇട്ടു. ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ നിന്നുള്ള ഒരു യുവ ചലച്ചിത്ര സംവിധായകൻ്റെ ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതുമുഖ ചലച്ചിത്ര സംവിധായകൻ്റെ നിരന്തരമായ അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ നിർബന്ധിതനായത്. എൻ്റെ സൗകര്യാർത്ഥം ഡൽഹിയിൽ അവരൊരു സ്ക്രീനിങ് സംഘടിപ്പിച്ചു. രണ്ടാമത്തെ പോസ്റ്റിൽ ഇതിൽ എൻ്റെ സൗകര്യാർത്ഥം അവരൊരു സ്ക്രീനിങ് സംഘടിപ്പിച്ചു എന്ന ലൈന് കട്ട് ചെയ്തിട്ടാണ്, എഡിറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതില്ല. കേരളത്തിലുള്ള യുവ പുതുമുഖ ചലച്ചിത്ര സംവിധായകൻ്റെ നിരന്തരമായ അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ നിർബന്ധിതനായത് എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്
ഈ സിനിമയുടെ ആളുകൾ ഡൽഹിയിൽ പോയിട്ടൊരു പ്രത്യേക സ്ക്രീനിങ് വെച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ദിലീപിന് വേണ്ടിയിട്ടൊരു വലിയ PR സംഘം, ഒരു വക്കീൽ സംഘം കോടതിയിൽ പോരാടുമ്പോൾ ഒരു PR സംഘം സോഷ്യൽ മീഡിയയിലും പുറത്തും പോരാടുന്നുണ്ട് എന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. നമ്മളത് ഏതാണ്ട് ഒരു പരസ്യമായ രഹസ്യം പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ നടന്മാർ പല ആളുകളും ഇപ്പോൾ PR സംഘത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് അഡീഷണൽ ആയ ആവശ്യമുണ്ട്, അഡീഷണൽ ആയിട്ടുള്ള പൈസയുമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ചിലവാക്കുകയാണ്. അപ്പോൾ ആ PR സംഘത്തിൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു MA ബേബി സഖാവിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയിട്ട് സിനിമ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആ സ്ക്രീനിങ് നടന്നു, അദ്ദേഹം കണ്ടു, സംസാരിച്ചു, അതിങ്ങനെ ഒരു വലിയ ബഹളത്തിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് ദിലീപ് MB ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിക്ക് പോയിട്ട് ഒരു സ്ക്രീനിങ് വെച്ചു കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു സ്ക്രീനിങ് വെച്ചു കൊടുക്കാതിരുന്നത്? ഇതിനേക്കാൾ വലിയ ബഹളമായിട്ടുള്ള എമ്പുരാൻ പോയിട്ട് കുടുംബസമേതം കണ്ട ആളല്ലേ മുഖ്യമന്ത്രി, അദ്ദേഹം പോയില്ലല്ലോ. അപ്പോൾ MA ബേബി സഖാവിനെ പോയി കണ്ടാൽ നമ്മുടെ കാര്യം നടക്കും എന്നീ ചെറുപ്പക്കാർക്ക്, ഈ PR സംഘത്തിന് ആകെ മനസ്സിലായി. അവരെ വൃത്തിയായിട്ട് നടപ്പാക്കിയെടുത്തു, അവർക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ദിലീപിൻ്റെ സിനിമ ആർക്കും കാണാമല്ലോ. ദിലീപ് കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളല്ല, ആർക്കും കാണാം. ആ സിനിമ കണ്ട ആളുകൾക്ക് പോയിട്ട് ഇത് നല്ല സിനിമയാണെന്ന് പറയുകയും ചെയ്യാം. പക്ഷേ MA ബേബി ലക്ഷക്കണക്കിനായിട്ടുള്ള ഒരു പാർട്ടിക്കാരുള്ള ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമല്ലോ അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെ എന്താണ് മനസ്സിലുള്ള കാര്യം കൂടെ പ്രതിഫലിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ അവിടേക്ക് ജനറൽ സെക്രട്ടറിയായിട്ട് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത്. ഉത്തരവാദിത്തമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പോയിട്ട് മറ്റുള്ള സിനിമകളെയും പോലും കാണുകയും നല്ല സ്തുതിവാക്കുകൾ പറയുകയും എൻ്റെ വാക്കുകളും വർത്തമാനങ്ങളും ഇങ്ങനെ PR പരിപാടിക്ക് ഉപയോഗിക്കുവാൻ പോകും എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്തില്ല എന്ന് വെച്ചാൽ കഷ്ടം എന്നല്ലാതെ നമ്മളെന്ത് പറയാനാണ്. തീർച്ചയായും. അതായത് ഒരിക്കലും അത് MA ബേബിയിൽ നിന്ന് ആ മട്ടിൽ നമ്മൾ, അതായത് MA ബേബി എന്നുള്ളത് CPIMൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. CPIMൻ്റെ ജനറൽ സെക്രട്ടറി തൊട്ടു മുമ്പ് നമ്മൾ സീതാറാം യെച്ചൂരിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം CPIMൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഇത്തരം ഒരു കാര്യത്തിൽ ഈ നിലയ്ക്ക് ഒരു അവധാനതയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയുന്നില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം അവിടെ ഒരു പ്രദർശനം അവർ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കാമല്ലോ, എന്തിനായിരിക്കും ഇത്രയും സൗകര്യം ഈ മട്ടിൽ ഒരുക്കിക്കൊണ്ട് എന്നെ ഡൽഹിയിൽ കൊണ്ടുവന്ന് ഈ സിനിമ കാണിക്കുന്നത് എന്നുള്ളത് ആലോചന അദ്ദേഹത്തിന് പോകേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല അദ്ദേഹം ഈ അക്രമരംഗങ്ങളില്ലാത്ത സിനിമയാണ് മികച്ച സന്ദേശം നൽകുന്ന സിനിമ എന്ന് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നുകൂടി ആലോചിക്കുമ്പോൾ ആകെപ്പാടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നു എന്നുള്ളതാണ് പ്രശ്നം. നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോഴും ആരോപണ വിധേയൻ മാത്രമാണ് ദിലീപ്. വിചാരണ കോടതി വാദം പൂർത്തിയാക്കിയ കേസിൽ ഇനി വിധി വരാനിരിക്കും വരെ തന്നെ അതങ്ങനെ തുടരും. തൻ്റെ തൊഴിൽ മേഖലയായ സിനിമയിൽ അഭിനയിക്കാനും സിനിമ നിർമ്മിക്കാനും എല്ലാം ദിലീപിന് അവകാശമുണ്ട്. അത് കാണാനും ഏതൊരു വ്യക്തിക്കും ഇന്ത്യ മഹാരാജ്യത്ത് യാതൊരു വിലക്കുമില്ല. രാഷ്ട്രീയക്കാരും ഇതിൽ സ്വാഭാവികമായും ഉൾപ്പെടും. പക്ഷേ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന ഹീനമായ ആരോപണം നേരിടുന്ന പ്രതിയാണ് നടൻ ദിലീപ്. ആ കേസിൽ ഉടനീളം ദിലീപിനെതിരെയുള്ള നിലപാടും നിയമ നടപടിയും എടുത്ത സർക്കാർ CPIM എന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളതാണ്. ആ പാർട്ടിയുടെ അന്തിമ വാക്കാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. നടിയെ ആക്രമിച്ച കേസിൽ പൊതുസമൂഹത്തിൻ്റെയും ഇടതനുകൂലികളുടെയും പ്രതികരണം എന്തെന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ ഫീഡുകളിൽ വ്യക്തമാണ്. MA ബേബി എന്ന വ്യക്തി ദിലീപ് സിനിമയെ പുകഴ്ത്തിയതിനല്ല, CPIM ജനറൽ സെക്രട്ടറി അത് ചെയ്തതിനെയാണ് ഇടതുപക്ഷ അനുഭാവികൾ അടക്കം വിമർശിക്കുന്നത്. സിനിമാ കണ്ടത്തിനൊപ്പം അതിനെ വാനോളം പുകഴ്ത്തിയ ബേബിയുടെ പ്രവൃത്തിയിൽ ധാർമ്മികമായി ശരികേടുണ്ട് എന്നാണ് വിമർശനങ്ങളുടെ സാരാംശം. അല്പം മുമ്പ് വന്ന MA ബേബിയുടെ വിശദീകരണവും നമ്മൾ കണ്ടു. വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും പാർട്ടിയെയും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നവരെ മനഃപൂർവ്വമല്ലെങ്കിലും പ്രയാസപ്പെടുത്തിയതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ആ വാക്കുകൾ തൽക്കാലം ഇനി നമുക്ക് പരിഗണിക്കാം. അപ്പോഴും ഈ വിഷയത്തിൽ അദ്ദേഹം അവധാനതയോടെ പെരുമാറേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് RDXനും ആവർത്തിക്കാനുള്ളത്. RDX പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.